നമസ്കാരം. ഹിജാബിനെ ചൊല്ലിയുള്ള കലഹങ്ങളും പ്രതിഷേധങ്ങളുമൊക്കെ ഇന്ന് ലോകത്തിന്റെ പല കോണിലും വളരെ കാര്യമായി നടക്കുന്നുണ്ട്. എന്നാൽ മുസ്ലിം രാജ്യമാണ് എങ്കിൽ പോലും ഹിജാബിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു രാജ്യമുണ്ട്, തജിക്കിസ്ഥാൻ. ഭരണഘടനാപരമായി മതേതര രാജ്യമാണ് തജിക്കിസ്ഥാൻ എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഇവിടുത്തെ ജനസംഖ്യയുടെ 95% വരുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. മതസ്വാതന്ത്ര്യം ഇവിടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ ഒരാളുടെ മതം ആചരിക്കുന്നത് സർക്കാരിന്റെ കർശന നിയന്ത്രണത്തിലായിരിക്കണം എന്നുള്ള നിർദ്ദേശം ഇവരുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ഹജ്ജിന് പോകുന്നവരുടെ എണ്ണത്തിൽ കൂടി തജിക്കിസ്ഥാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. നമുക്കറിയാം, തജിക്കിസ്ഥാന് വലിയ സമ്പന്നമായ ചരിത്രമുള്ള ഒരു രാജ്യം തന്നെയാണ്. ഏകദേശം 3 പതിറ്റാണ്ടുകളായി ഇവിടെ പ്രസിഡന്റ് ഇമോമാലി റഹ്മാൻ തന്നെയാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നതും. മാത്രമല്ല, 18 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥിനികൾ ഹിജാബ് ധരിക്കുന്നതിനും മറ്റും ഇവിടെ നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ശവസംസ്കാര ചടങ്ങുകൾ ഒഴികെ പൊതു മതപരമായ പ്രവർത്തനങ്ങളിലൊന്നും തന്നെ പങ്കെടുക്കാൻ സാധിക്കുകയുമില്ല. ശവസംസ്കാരം, വിവാഹം തുടങ്ങിയ ഏത് സ്വകാര്യ ചടങ്ങുകൾക്കുമൊക്കെ ഈ നിയമം ബാധകമാണ്. അവിടെയൊക്കെ എത്ര പേർ പങ്കെടുക്കണം എന്ന് തീരുമാനിക്കുന്നത് പോലും ഭരണകൂടം തന്നെയാണ്. അതുപോലെ തന്നെ പുരുഷന്മാർ താടി വളർത്തുന്നതിന് കൂടി തജിക്കിസ്ഥാനിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2022 ദുൻഷാബയിൽ ഇസ്ലാമിക് പുസ്തകശാലകൾ നിർബന്ധിതമായി അടച്ചുപൂട്ടി എന്നുള്ള US റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുന്നു. സർക്കാർ അനുമതിയില്ലാതെ മതപരമായ വസ്തുക്കൾ ഒന്നും തന്നെ, പുസ്തകമോ അല്ലെങ്കിൽ മതചിഹ്നമോ അതുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ ഇറക്കുമതി ചെയ്യാനുള്ള ഒരു അവകാശം ആർക്കും രാജ്യം നൽകുന്നില്ല. 2023 വീണ്ടും കടകൾ തുറന്നുവെങ്കിലും ഇസ്ലാമിക പുസ്തകങ്ങൾ ഒന്നും തന്നെ വിൽക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നു. 95% മുസ്ലിങ്ങളുള്ള ഒരു രാജ്യമാണ്. എന്നിട്ടും ഭരണഘടനയിൽ അവർ മതേതര രാജ്യം എന്ന ഏറ്റവും അഭിമാനപൂർവമായ ഒരു ടാഗ് നിലനിർത്തി പോരുന്നുണ്ട്. മാത്രമല്ല, ഹിജാബിനടക്കം അല്ലെങ്കിൽ മതപരമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിലടക്കം കുഞ്ഞുങ്ങളെ മതം പഠിപ്പിക്കുന്നതിലടക്കം കൃത്യമായ നിലപാടുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തജിക്കിസ്ഥാൻ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.